OnePlusന്റെ OnePlus V Fold എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus V Fold എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ 2 ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഉള്ളിൽ 7.8 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിൽ 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇതിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. മാക്സിമം ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. ഇനി പുറത്തുള്ള ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിലും AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫുൾ HD റെസൊല്യൂഷനൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഡിസ്പ്ലേയിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയിലും പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കില്ല. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. അതുപോലെ തന്നെ OnePlusന്റെ പല ഫോണുകളിലും കണ്ടിട്ടുള്ള അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചറും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഫോണിൽ 3.5mm ബോഡി ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും വരാൻ സാധ്യതയില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. ഇതിൽ OS എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത് 48 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ മൂന്നാമത് 64 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് വരാനാണ് സാധ്യത. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഡിസ്പ്ലേയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വന്നേക്കാം. ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ ഹാസൽബ്ലാഡുമായിട്ടൊക്കെ പാർട്ട്ണർഷിപ്പ് ചെയ്തേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4800 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടിലൊക്കെ പറയുന്നത് ഈ ഒരു ഫോൺ ജൂലൈയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusന്റെ OnePlus V Fold എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിലയും അത്യാവശ്യം കൂടുതലായിട്ടൊക്കെ തന്നെ വരാനാണ് സാധ്യത. എന്തായാലും OnePlusന്റെ V Fold എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.